ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് പോകാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. എൻ്റെ ഉമ്മ വന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു നമുക്ക് കോഴിക്കോട് പോകാമെന്ന് പറഞ്ഞ് ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്ഥിരം കഴിക്കണ കടയൊന്നുമല്ല, അത് നമ്മളിപ്പോൾ വന്നപ്പോൾ ഒന്ന് കണ്ടപ്പോൾ കട കയറിയതാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മളെ ഇതുമ്മ കയറി നിൽക്കുന്നുണ്ട് ടേബിളിന്മേ. ഫുഡ് വന്നിട്ട് നമ്മളത് കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കാട്ടുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ബീഫിൻ്റെ അതിൽ നാരങ്ങ പിഴിയാണ്. പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു ഡെസേർട്ട് പിന്നായി നമ്മൾ ഒരു ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട് കേട്ടോ. ടൈമായി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പിന്നെ ഗൈസ്, നമ്മൾ പാലക്കാടും കോഴിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണ്, എന്താ പറയുക, കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല. കാരണം ഇവിടെ ചെറിയ സ്ഥലത്ത് തന്നെ ഈ വീടുകളൊക്കെ വെച്ച് തിങ്ങി പാർക്കണോണ്ട് തന്നെ അവർ കുറച്ച് സ്ഥലം ഉണ്ടാവുകയുള്ളൂ കേട്ടോ നമുക്ക് കാറ് പാർക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ അവിടെ നടക്കുകയാണ് ഫ്ലാറ്റിലേക്ക്. എന്താ വാതിൻ്റെ ബാക്കിൽ ഒളിച്ച് നിൽക്കണ താത്തയാണ് എൻ്റെ ജുംതാത്ത. നല്ല ഇഷ്ടമായിക്കണം കേട്ടോ. അതിനെ നുമ്മനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സർപ്രൈസായിട്ട് വന്നുകൊണ്ട് എൻ്റെ ചിപ്പാത്തയക്കണം എന്താ ചുമ ചോദിക്കണ്ട കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഞാൻ കുറച്ച് നേരം വൈകിട്ട് ചെറിയ തണുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ നേരം വൈകിട്ടാണ് എണീറ്റത്. എന്താണ് നല്ല കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ മെയിൻ ചായ വന്നു, പൂരിയും പിന്നെ ഉരുളൻകിഴങ്ങ് കറിയായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സംഭവം ഞാൻ നല്ല അടിച്ചു വിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ അങ്ങനെ ഒപ്പം ഇരുന്നിട്ട് കളിക്കുകയാണ് നുമൂൻ്റെ കൂടെ. ജുംതാത്ത ഉണ്ട് കേട്ടോ കളിക്കാൻ. പിന്നെ ഉച്ചയ്ക്ക് ചോറ് തിന്നുകയാണ്. പിന്നെ ഫ്രണ്ട്സിൻ്റെ ജുംതാത്ത നന്നായിട്ട് മൈലാഞ്ചി ഇടുന്നതുകൊണ്ട് തന്നെ ഇവിടെ വന്നാൽ ചിപ്പുവാത്തയും ഉമ്മച്ചിയും നന്നായിട്ട് മൈലാഞ്ചി ഇടാൻ കൈ കാണിച്ചു കൊടുക്കും. പിന്നെ ഒരു മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ടെറസിൻ്റെ മേലെ കയറിയപ്പോൾ ഞാനും പിന്നെ ജുംതാത്താൻ്റെ അനിയനും കൂടിയിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ മുട്ടയും പഴം ഒപ്പം പൊരിക്കണത് കണ്ടിട്ടില്ല. പക്ഷെ പഴം പൊരിച്ചിട്ട് അതിൽ ഈ തേങ്ങ ഇട്ടിട്ട് തിന്നലുണ്ട്. അപ്പം എൻ്റെ ചിപ്പുവാത്തൊക്കെ നാണം, ക്യാമറ അലർജിയാണല്ലോ, അപ്പോൾ ഇത് പൊത്തിയിട്ടാണ് കേട്ടോ തിന്നത്. ജുംതാത്തയാണ് കേട്ടോ ചിപ്പുവാത്തൊക്കെ ഇട്ട് കൊടുക്കണേ. പിന്നെ എനിക്കൊരു ബോർഡ് ഡിസൈനാണ് ഇട്ടുന്നത്. പിന്നെ നമ്മൾ രാത്രി ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ കല്ലുമ്മക്കായ വാങ്ങണം വീട്ടിലേക്ക്. പിന്നെ അവിടെ പോയിട്ട് ബീച്ചിൽ പോയിട്ടും നമുക്ക് കല്ലുമ്മക്കായ പൊരിച്ച് തിന്നണം. ഇപ്പോൾ കുറേ കല്ലുമ്മക്കായ ഷോപ്പ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ കല്ലുമ്മക്കായയുടെ സീസണാണ്. അപ്പോൾ കല്ലുമ്മക്കായയുടെ കട കുറേ ഉണ്ടാവും, നിരയായിട്ടുള്ളത്. നമ്മൾ ഈ കടയിൽ നിന്നാണ് കല്ലുമ്മക്കായ വാങ്ങിയത്. അപ്പോൾ ഇവിടെ എന്താ പറയുക, കല്ലുമ്മക്കായൻ്റെ തോട് പൊളിച്ചിട്ട് കിട്ടും. പൊളിച്ചിട്ട് ആ സാധനം മാത്രമായിട്ട് കിട്ടും. പിന്നെ തോട് പൊളിക്കാണ്ടും കിട്ടും കേട്ടോ. കക്ക ഉണ്ടായിരുന്നു, ഞങ്ങൾ കക്ക വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉമ്മച്ചി പറഞ്ഞ് കക്കയ്ക്ക് ജീവുണ്ട് പറഞ്ഞിട്ടോ. ഞാൻ കാറ് അവിടെ എടുത്ത് പാർക്ക് ചെയ്തിട്ട് ആണ് വാങ്ങാൻ വന്നത്. ഞങ്ങൾ തോട് പൊളിച്ചിട്ടുള്ളതാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിട്ട് വന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്ത് സ്പീഡിലല്ല അവരിങ്ങനെ ആക്കണത്. വേഗം അവർക്ക് നല്ല ശീലം ഉണ്ടാവും എന്നാണ് ഉമ്മച്ചി പറഞ്ഞത്. അപ്പോൾ അതിനായിട്ടുള്ള കത്തിയാണ് കേട്ടോ അത് അവർ ചെയ്യണത്. ഇപ്പോൾ പെട്ടെന്ന് തോട് മുറിക്കാൻ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് എടുക്കണമുണ്ട് കേട്ടോ. പിന്നെ കക്കയാണ്, ഇതിന് ജീവുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കക്ക പെറുക്കി കൂട്ടിയിട്ട് നമ്മൾ വാങ്ങുകയാണ്. അപ്പോൾ ജീവുണ്ട് പറയണക്ക് കാണാനൊന്നുമില്ല കേട്ടോ ഇതിൽ ജീവുള്ളത്. അപ്പോൾ ഇത് കാണാൻ ഭയങ്കര നല്ല രസമുണ്ട് കേട്ടോ. അതിങ്ങനെ തോടുമ്പോൾ തന്നെ കാണാൻ, കല്ലുമ്മക്കായും കാണാൻ രസമുണ്ട്. ഇപ്പം ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ കല്ലുമ്മക്കായുടെ തോടൊക്കെ എടുത്തിട്ട് അതുമ്പോൾ പെയിൻ്റ് അടിച്ചിട്ടൊക്കെ കളിക്കലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ
നമ്മൾ കല്ലുമ്മക്കായ വാങ്ങി. കല്ലുമ്മക്കായ രണ്ടാൾ ഇപ്പോൾ ഞങ്ങൾ കുറച്ച് കൂടുതൽ വേണം പറഞ്ഞപ്പോൾ അവർ രണ്ടാൾ കൂടിയിട്ട് തോട് പൊളിച്ചിട്ട് തന്നതാണ് കേട്ടോ. ഇപ്പോൾ ബീച്ച് എത്താറായി, പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പാർക്കിങ്ങിൽ പാർക്ക് ചെയ്യാൻ വിചാരിച്ച്. അപ്പം ഉണ്ട് 50 ഉറുപ്പ്യ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ് എന്തിനാ 50 ഉറുപ്പ്യ കൊടുത്തിട്ട് പാർക്ക് ചെയ്യണേ, അപ്പോൾ പുറത്ത് നമുക്ക് പാർക്ക് ചെയ്തൂടെ പറഞ്ഞിട്ടാണ് അവിടുന്ന് തിരിച്ചത്. എന്നിട്ട് നേരെ പാർക്ക് ചെയ്യാൻ കൊണ്ട് നിർത്തിയത് എവിടെ, ഗേറ്റിൻ്റെ മുമ്പിലായിപ്പോയി. ഇപ്പോൾ നമ്മൾ അവിടുന്ന് തിരിച്ചിട്ട് വേറൊരു സ്ഥലമാണ് കണ്ടെത്തിയിട്ട് അവിടെയുണ്ട് നമ്മൾ പാർക്ക് ചെയ്തത്. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണ്. തല തൊട്ടിട്ട് ആ തല വരെ നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ ഓരോ കല്ല് കൊണ്ട് ഓരോന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ കടല തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കുറേ ഷോപ്പ് കുട്ടികളെ ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ഡ്രസ്സ് നല്ല രസമുണ്ട് കേട്ടോ, പക്ഷേ നല്ല വിലയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒരു സ്ഥലത്തു നിന്ന് കല്ലുമ്മക്കായ വാങ്ങിയിരുന്നു. ഞങ്ങൾ വേറൊരു കടയിൽ നിന്നാണ് സ്ഥിരം വാങ്ങൽ. ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. പക്ഷെ ഇവിടുത്തെ മാവ് വേറെ ടൈപ്പ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ സ്ഥിരം കഴിക്കണ ഒരു സ്ഥലമുണ്ട്, അവിടെ നിന്നാണ് ഞങ്ങൾ പിന്നെ കഴിച്ചത്. ഇത് എന്താ പറയുക, ഈ കടയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ രസമുണ്ടെന്ന് വെച്ചാൽ കല്ലുമ്മക്കായ രസമുണ്ട്, പക്ഷേ അതിൻ്റെ മാവ് ബാറ്റർ വേറെ ആയിരുന്നു. ഇതാണ് നമ്മളെ മെയിൻ സ്ഥലം. ഈ ഒരു കല്ലുമ്മക്കായ ഇതാണ് രസം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് 2 3 തിന്നിട്ടുണ്ട്. പിന്നെ ഉപ്പ ഇവിടെ ഓരോന്ന് വാങ്ങിയിട്ട് വരും. ഇത് പിന്നെ മസാല കല്ലുമ്മക്കായ കേട്ടോ വാങ്ങിയത് ഞങ്ങൾ. 2 ടേസ്റ്റ് നോക്കാനാണ്. ഇത് കല്ലുമ്മക്കായ പൊരിച്ചിട്ട് എന്താണ് പുഴുങ്ങിയിട്ട് അതുമ്മ മസാല തേച്ചിട്ടുണ്ട്. മൂക്ക് നല്ല ഇഷ്ടമായിക്കണം, പക്ഷെ നല്ല എരിവുണ്ട് കേട്ടോ. എരിവുള്ളവർക്കൊക്കെ അത് ഇഷ്ടപ്പെടും. പിന്നെ ഞങ്ങൾ ബീൻസാണ് വാങ്ങിയത്. ഇപ്പോൾ ബീൻസ് വാങ്ങിയിട്ട് വന്നതാണ്. ടേസ്റ്റ് ഉണ്ട്, ഇഷ്ടപ്പെട്ടു. പിന്നെ അത്ര രസമില്ലാന്നും പറയാൻ പറ്റില്ല, നല്ല രസമുണ്ട്. മൂക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഐസ് വരതിയാണ് വാങ്ങിയത്. ഐസ് വരതി പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന മെയിൻ തിന്നുന്ന സാധനങ്ങളായതുകൊണ്ട് തന്നെ ഐസ് വരതി എനിക്ക് നല്ല ഇഷ്ടമാണ്. എരിവൊക്കെ തിന്നിട്ട് പിന്നെ അത് തിന്നുമ്പോൾ ഒരു പ്രത്യേക രസമായിരിക്കും. അപ്പോൾ ഞാനത് തിന്നുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ എന്താ പറയുക ഐസ് വരതിയാണ് രസം. പിന്നെ ഞങ്ങൾ കൂന്തളാണ് വാങ്ങിയത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക മസാലയാണ് ഉള്ളത്. പിന്നെ മെയിൻ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഓടൽ ഈ ബീച്ചിൻ്റെ ഈ സൈഡിലിരിക്കുമ്പോൾ അവന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായിട്ട് ഒരു സെക്കൻഡ് മതി എനിക്ക് അവിടെ എത്താൻ. അവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട്. കഴിഞ്ഞ വർഷം ഹനാൻഷാനും വേടനൊക്കെ വന്ന സ്ഥലമാണ് അവിടെ. അപ്പോൾ അവിടേക്ക് വരെ അവൻ ഓടിയിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് എത്തി. ഞാൻ അവനെ പിടിക്കാൻ വേണ്ടി ഓടുമ്പോൾ എൻ്റെ ഫോൺ നിലത്തേക്ക് വീണു. അപ്പോൾ അതാ നോക്കണ്ട ഇവനെ നോക്കണ്ടെന്നൊക്കെ അറിയില്ല. തിരിഞ്ഞ് നിൽക്കുമ്പോഴത്തേനും അവൻ അവിടെ എത്തി, സ്റ്റേഡിയത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കാറ് നസീർപ്പോൾ പാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് എടുത്തിട്ട് വരികയാണ്. ഞങ്ങൾ നേരെ കയറിയിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്കാണ് പോകുന്നത് നേരെ.